സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം തട്ടിപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സർക്കാർ കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയുന്നുവെന്നും വിമർശനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നല്ല, അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തെന്നാണ് അവകാശവാദമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. എ.കെ. ആന്റണിയുടെ പദ്ധതിയെന്ന പ്രതിപക്ഷവാദം തെറ്റെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. ദീർഘകാല പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും അമേരിക്കയും. സാങ്കേതിക വിദ്യാ കൈമാറ്റം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം ഉറപ്പുവരുത്തും. നടപടി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ രാപകൽ സമരം നാളെ അവസാനിപ്പിക്കും. ജില്ലാതലങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കും. നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിജ്ഞാ റാലി. സാമൂഹിക ക്ഷേമ പെൻഷൻ നവംബർ 20 മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി. കാർഷിക സർവകലാശാല ഫീസ് വർധനവിൽ നാളെ പരിഹാരമെന്ന് മന്ത്രി പി പ്രസാദ്. കാശ്മീർ ഇന്ത്യയോട് ചേരുന്നതിനെ എതിർത്തത് നെഹ്റുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നെഹ്റുവിന്റെ തെറ്റായ നയങ്ങൾ കാശ്മീരിൽ ഭീകരതയ്ക്ക് വഴിവെച്ചുവെന്നും ഏകതാദിന സന്ദേശത്തിൽ മോദി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം ആഘോഷിച്ച് രാജ്യം. 150 രൂപയുടെ നാണയവും സ്റ്റാമ്പും പുറത്തിറക്കി. ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 41 വയസ്സ്. ഓപ്പറേഷൻ സൈബർ ഹണ്ടിൽ അറസ്റ്റിലായ സംഘത്തിൽ കോളേജ് വിദ്യാർത്ഥികളും. കൊച്ചിയിൽ അറസ്റ്റിലായത് തട്ടിപ്പ് പണം പിൻവലിക്കുന്നതിനിടയിലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. പണമെത്തുന്നത് വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിൽ. ബോധവൽക്കരണം നടത്തുമെന്ന് പോലീസ്. ബീഹാറിൽ NDA പ്രകടന പത്രിക പുറത്തിറക്കി. തൊഴിൽ, സ്ത്രീ ശാക്തീകരണം, ക്ഷേമ പദ്ധതികൾ തുടങ്ങി വമ്പൻ വാഗ്ദാനങ്ങൾ. 1 കോടിയിലധികം സർക്കാർ ജോലികളും നിരവധി തൊഴിലവസരങ്ങളും. 1 കോടി സ്ത്രീകളെ ലഖ്പതി ദീദിമാരാക്കും. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം തട്ടിപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സർക്കാർ കള്ളക്കണക്കിൽ കൊട്ടാരം പണിയുന്നുവെന്നും ചിലരെ മാത്രം ഉൾപ്പെടുത്തി ആനുകൂല്യം നൽകുന്നുവെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. CPM പ്രകടന പത്രികയിൽ 4 ലക്ഷം അതിദരിദ്രർ ഉണ്ടെന്നാണ് കണക്ക്. ഇതെങ്ങനെയാണ് 64,000 ആയതെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. അതിദരിദ്രർ, പരമദരിദ്രർ എന്നുള്ള കണക്കുകൾ എന്തു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയതെന്നും അദ്ദേഹം ചോദിച്ചു. അവരെല്ലാം ദാരിദ്ര്യ രേഖയിൽ നിന്നും ഈ അതീവ ദാരിദ്ര്യത്തിൽ നിന്നും മാറിയെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അവർക്ക് കൊടുക്കുന്ന പ്രത്യേക റേഷൻ നിർത്തുമെന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രഗത്ഭരുമായിട്ടുള്ള ആളുകൾ, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരുമായിട്ടുള്ള ആളുകൾ കൊടുത്തിരിക്കുന്ന, സർക്കാരിനോട് കൊടുത്തിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ദരിദ്രരിൽ അതിദരിദ്രരായ ആളുകൾക്ക് ആണ് 5,95,000 പേരുണ്ട്. അവർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അരിയും ഗോതമ്പും കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരൊന്നും ഈ കൂട്ടത്തിൽ പെടില്ല. എന്നിട്ട് സർക്കാർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്, 64,000 പേരുടെ പേര്. അത് എവിടെ നിന്നാണ് അത് ഉണ്ടാക്കിയത്, എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കേണ്ടത്. എന്താ മാനദണ്ഡം? ഇപ്പോൾ 1.5 ലക്ഷം പേര് ആശ്രയ പദ്ധതിയിലുണ്ടായിരുന്നു. അത് അഗതികളായിട്ടുള്ള ആളുകളാണ്. അഗതികൾ, കാരണം ഒരു നിവൃത്തിയില്ലാത്ത, അതിനൊരു മാനദണ്ഡം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. അഗതികളെയാണോ ഇവരെ അതീവ ദരിദ്രരെന്ന് പറയുന്നത്? അപ്പോഴും ആ 1.5 ലക്ഷം പേര് ഇവരുടെ ലിസ്റ്റിലില്ല. രാജ്യത്തെ ആദ്യ അതിദരിദ്രമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനം നാളെ നടത്താനിരിക്കെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി എം.ബി. രാജേഷ്. ഒരു സുപ്രഭാതത്തിൽ നടത്തിയ പ്രഖ്യാപനമല്ലെന്നും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു എന്നല്ല, അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നാണ് അവകാശമെന്നും മന്ത്രി പറഞ്ഞു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എ.കെ. ആന്റണിയുടെ പദ്ധതി എന്ന പ്രതിപക്ഷവാദം തെറ്റെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഇങ്ങനെയൊരു പദ്ധതി UDF സർക്കാർ നടപ്പിലാക്കിയിരുന്നു എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. എല്ലാ പദ്ധതികളും പോലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയും സുതാര്യമാണ്. എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും മന്ത്രി കാസർഗോഡ് പറഞ്ഞു. എന്നാലും അങ്ങനെ പദ്ധതി നടപ്പിലാക്കിയിരുന്നു എന്നുള്ളത് ഇപ്പോൾ അറിയുന്നത് നല്ലതാണ്. അതാണ് എനിക്കതിനെ പറ്റി പറയാനുള്ളത്. കാരണം ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പ്രഖ്യാപനം വരുന്നത് ഇപ്പോൾ 4 വർഷമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ശ്രമം നടക്കുന്നത്. ഞങ്ങളെല്ലാം
കഴിഞ്ഞ നിയമസഭയെ എലക്ട് ചെയ്യപ്പെട്ടിട്ട് ആദ്യത്തെ ക്യാബിനറ്റിൽ മന്ത്രിമാരെ ആദ്യത്തെ ക്യാബിനറ്റിൽ പോകുമ്പോൾ അന്ന് വെച്ചൊരു അജണ്ടയാണ് അതിദാരിദ്ര്യത്തെ സംബന്ധിച്ച് നമ്മൾ പഠനം നടത്തണം, അത് പരിഹരിക്കാനുള്ള നടപടി വേണം. അപ്പോൾ അത് സംബന്ധിച്ചൊരു സർവേ നടന്നു. സർവേ എന്ന് പറഞ്ഞാൽ ഒരു ദീർഘമായ ഒരു സർവേ എടുത്തിട്ടാണ്, 5-6 മാസം എടുത്തിട്ടാണ്, 1 വർഷം വരെ എടുത്തത്. ജില്ലാ തലത്തിൽ അതിൻ്റെ പഠനം നടന്നു. ബഡ്ജറ്റ് വന്നപ്പോൾ അതിനകത്ത് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം പഠനം വെച്ചു. അന്ന് എം വി ഗോവിന്ദൻ മാഷാണ് വകുപ്പിൻ്റെ മന്ത്രി. അതിനുശേഷം ശ്രീ എം പി രാജേഷ് വന്നു. ഈ സമയത്തൊക്കെ ഓരോ ഘട്ടങ്ങളിലും ബഡ്ജറ്റിൽ തന്നെ പ്രത്യേക പ്രൊവിഷൻ വെച്ചു. അതിദാരിദ്ര്യത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ തന്നെ വിലയിരുത്തൽ തന്നെ പിന്നെ കേരളത്തിലെ രീതി സങ്കീർണമാണ്. വെറും ഭക്ഷണം കിട്ടുന്ന മാത്രമൊന്നുമല്ല അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. കഴിഞ്ഞ 4.5 വർഷം ഒന്നും മിണ്ടാതെ ഇപ്പോൾ നടത്തുന്ന ഈ ക്ഷേമ പദ്ധതികളെല്ലാം തെരഞ്ഞെടുപ്പ് വാഗ്ദാനമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഈ പ്രഖ്യാപനങ്ങളെല്ലാം ജനങ്ങളെ വഞ്ചിക്കലാണ്. നിലവിൽ കേരളം കടക്കിണിയിലാണെന്നും പിന്നെ എങ്ങനെയാണ് ഈ പദ്ധതികളെല്ലാം നടപ്പാക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. ക്ഷേമ പദ്ധതിയാണോ? ഇതെല്ലാം വാഗ്ദാനം കൊടുത്തത് 2021-ലായിരുന്നു. അപ്പോൾ എനിക്ക് 3 കാര്യങ്ങൾ കൃത്യമായി ചോദിക്കാനുണ്ട് മുഖ്യമന്ത്രിയോട്. ഇതാണോ നിങ്ങളുടെ ജനാധിപത്യ സംവിധാനം? ഈ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ഒരു മാനിഫെസ്റ്റോയിൽ വാഗ്ദാനം കൊടുത്ത് 4.5 കൊല്ലം ഒന്നും ചെയ്യാണ്ട് ഇലക്ഷൻ്റെ 4 മാസം മുമ്പ് പ്രഖ്യാപിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണോ ഇത്? ജനങ്ങളെ വഞ്ചിക്കല്ലേ? കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം എന്നത് നാളെയാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാനിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അത് തട്ടിപ്പാണെന്നുള്ള പ്രഖ്യാപനവുമായി അതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തുന്നത്. BJP ഉൾപ്പെടെയുള്ളവർ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും വലിയ രീതിയിൽ നാളെ സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ ആഘോഷപൂർവ്വമാണ് ഈ സിനിമാ നടന്മാരെയൊക്കെ മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ ഉൾപ്പെടെയുള്ള നടന്മാരെയൊക്കെ ഉരുത്തി വലിയ രീതിയിലാണ് ആഘോഷപൂർവ്വമാണ് സർക്കാർ ഇത് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി രാജ്യത്ത് തന്നെ ആദ്യത്തെ സംസ്ഥാനം എന്ന രീതിയിൽ പ്രഖ്യാപനമൊക്കെ നടത്തുന്നത്. ഇതിനെതിരെയാണ് കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ സംഘടന രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് UDF ആയാലും BJP ആയാലും ഈ കണക്ക് എവിടെ നിന്നാണ്? സർക്കാരിന്റെ കണക്ക് പ്രകാരം 64,000 പേരാണ് സംസ്ഥാനത്ത് അതിദരിദ്രരുണ്ടായിരുന്നത്. ആ അതിദരിദ്രരെ മുഴുവനും പട്ടിക കൃത്യമായി സർവേ പ്രകാരം പട്ടിക എടുക്കുന്നു. ഇവർക്ക് വേണ്ട എല്ലാം, അതായത് 4 മാനദണ്ഡങ്ങളാണ്. ഇവർക്ക് ഭക്ഷണം നൽകുന്നു, ഇവർക്ക് വീട് നൽകുന്നു, ഇവർക്ക് ആഹാരം, അതായത് ഭക്ഷണം, വീട്, ഒപ്പം തന്നെ മരുന്നുകൾ പോലും വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് വീടിന്റെ പടിവാതിൽക്ക് മരുന്ന് നൽകുന്നു. ഇതാണ് ഈ സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരം ഈ അതിദരിദ്രരായി 64 പേരെയും എടുക്കുന്നു. ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യവും നൽകുന്നു. അങ്ങനെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നു. ഇതാണ് വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ടായിരിക്കും. ഈ അതിദരിദ്ര 64,000 പേർ മാത്രമാണ് സംസ്ഥാനത്തുള്ളത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം ചോദിക്കുന്നത്. LDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ 2021 ഉണ്ടായിരുന്നത് 4.5 ലക്ഷം അതിദരിദ്ര സംസ്ഥാനത്തുണ്ട്, ഇവരെ അതിദരിദ്ര മുക്തരാക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ അന്ന് 4.5 ലക്ഷം പേരുന്നത് ഇനി 4.5 കൊല്ലം കഴിയുമ്പോൾ അതെങ്ങനെ 64,000-ആയി ചുരുങ്ങി. അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാരാണ് ഈ ഏറ്റവും അതിദാരിദ്ര അന്ത്യയോജന പ്രകാരം ഈ മഞ്ഞ കാർഡുകളുള്ളവർക്ക് ഇപ്പോഴും റേഷൻ സംവിധാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലും GR എന്ന നിയമസഭയിൽ പറഞ്ഞത് 1.5 ലക്ഷം പേർ ഉണ്ട് എന്നാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം പോലും 1.5 ലക്ഷം പേർ ഇപ്പോഴും നമ്മുടെ കണക്കുകളിലുണ്ട്, ഇവർക്ക് റേഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരെയൊക്കെ ഉൾപ്പെടുത്താതെ എവിടെ നിന്നാണ് ഈ 64,000 പേർ എന്ന കണക്ക് വന്നത്? ഇത് പ്ലാനിംഗ് ബോർഡ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്താണോ? ആരാണ് ഈ സർവേ നടത്തിയത്? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. ഇത് തന്നെയാണ് നേരത്തെ ഇന്ന് സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ വിദഗ്ധരുമൊക്കെ കുറേ ചോദ്യങ്ങൾ ഉന്നയിച്ച് സർക്കാരിന് നൽകിയത്. അതിന് മറുപടിയായി മന്ത്രി MP രാജേഷ് വിശദീകരിച്ച് കൃത്യമായി നൽകിയതാണ്. ഈ അതിദരിദ്രരല്ലാത്ത സംസ്ഥാനമായാണ് കേരളത്തെ മാറ്റുന്നത്. ഇത് കൃത്യമായി ജില്ലാടിസ്ഥാനത്തിൽ സർവേ നടത്തിയതാണ്. വെബ്സൈറ്റിൽ 4 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ചാണ്. ഇപ്പോൾ ഇത് പ്രഖ്യാപനം നടത്താൻ പോകുമ്പോഴാണ് പ്രതിപക്ഷം ഇത് രാഷ്ട്രീയ ആയുധമാക്കുന്നത് എന്ന രീതിയിൽ സർക്കാർ വിശദീകരിക്കുന്നു. പക്ഷേ പ്രതിപക്ഷം, അത് BJP ആയാലും UDF ആയാലും വളരെ കടുത്ത വിമർശനവും കടുത്ത പ്രതിഷേധവും ഇതിന്റെ ഭാഗത്തുമായി നടത്തുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിച്ച് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല നാളെ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുന്നു. ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് രാവിലെ നിയമസഭാ സമ്മേളനം ചേരുന്നത്. അവിടെ പ്രതിപക്ഷം പങ്കെടുക്കുമ്പോൾ
ഏത് രീതിയിലുള്ള ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും, നടപടിക്രമവുമായി സഹകരിക്കുമ്പോൾ അത് സഭാ സമ്മേളനം ചേരുന്നതിന് തൊട്ട് മുമ്പ് UDF പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് എങ്ങനെയായിരിക്കണം തുടർ നടപടി എന്ന കാര്യം തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നാളെ വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിന് പ്രത്യേക ക്ഷണമുണ്ട്. പ്രതിപക്ഷ നേതാവ് ആ പരിപാടിക്കെതിരെ അത്തരത്തിൽ ആ പ്രഖ്യാപനത്തിനെതിരെ കടുത്ത വിമർശനം, ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുവാൻ സർക്കാർ കടുത്ത വിമർശനം നടത്തുമ്പോൾ നാളത്തെ പരിപാടിയുമായി പ്രതിപക്ഷം സഹകരിക്കുമ്പോൾ നാളെ നിയമസഭയിൽ പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ്. മായ, തീർച്ചയായും അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. കണക്കുകൾ നിരത്തിയാണ് VD സതീശനടക്കം ഇതിനെ ചോദ്യം ചെയ്യുന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ സഹകരണം ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. അൺഫിൽറ്റാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിരോധ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയും US തമ്മിൽ ദീർഘകാല പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവച്ചു. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് കരാറിൽ ഒപ്പുവച്ചത്. ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് പുതിയ പ്രതിരോധ കരാർ. കോലാലംപൂരിൽ നടക്കുന്ന ASEAN പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചത്. ലോജിസ്റ്റിക് സൗകര്യങ്ങൾ ഉറപ്പുവരുത്തൽ, പ്രതിരോധ ഉപകരണങ്ങളുടെ സംയുക്ത നിർമ്മാണം, സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നീ കാര്യങ്ങളും കരാറിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഡ്രോണുകളിലും AI അധിഷ്ഠിത യുദ്ധതന്ത്രങ്ങളിലുമുള്ള സംയുക്ത ഗവേഷണം, വികസനം എന്നിവയും ഉറപ്പുവരുത്തും. ഇന്ത്യയുമായുള്ള പ്രതിരോധ സഹകരണം മുമ്പൊരിക്കലും ഇത്രത്തോളം ശക്തമായിരുന്നില്ല എന്ന് പീറ്റ് ഹെഗ്സെത്ത് ട്വീറ്റ് ചെയ്തു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന രാപകൽ സമരം നാളെ അവസാനിപ്പിക്കും. ജില്ലാതലങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കും. നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന പ്രതിജ്ഞാ റാലി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഓണറേറിയം 21,000 രൂപ ആക്കാനുള്ള പ്രയത്നം തുടരുമെന്ന് ആശമാർ അറിയിച്ചു. 266 ദിവസത്തിലേക്ക് സമരം എത്തുമ്പോഴാണ് ഇത് അവസാനിപ്പിക്കുന്നത്. 2025 ഫെബ്രുവരി 10 കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് നടയിൽ ആരംഭിച്ച രാപ്പകൽ സമരത്തിനാണ് 265 ദിവസങ്ങൾക്ക് ശേഷം സമാപനമാകുന്നത്. നാളെ നടക്കുന്ന സമരപ്രതിജ്ഞാ റാലിയോടെ രാപ്പകൽ സമരം അവസാനിപ്പിക്കും. അതേസമയം 21,000 രൂപ ഓണറേറിയം ഉയർത്തുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാതലത്തിൽ സമരം ശക്തമാക്കാനാണ് അസോസിയേഷന്റെ തീരുമാനം. വർക്കർമാരുടെ വിഷയം പഠിക്കാൻ ഈ സമരത്തെ തുടർന്ന് സർക്കാർ തയ്യാറായി. ഓണറേറിയം വർധന പ്രഖ്യാപിക്കേണ്ടുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് CITU അതിലൂടെ അംഗീകരിക്കുകയും ചെയ്തു. ഇത്രയും നേട്ടങ്ങൾ ഈ സമരത്തിലൂടെ 265 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതിന്റെ പശ്ചാത്തലത്തിൽ 265 ദിവസമായി ഇവിടെ തുടർന്നു വരുന്ന ഈ സമരരൂപം ഞങ്ങൾ നാളെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഡിമാൻഡ് 21,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക. ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ സമരം തുടരുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് നടയിൽ നാളെ നടക്കുന്ന സമരപ്രതിജ്ഞാ റാലി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. രാപ്പകൽ സമരത്തിന്റെ വാർഷിക ദിനമായ 2026 ഫെബ്രുവരി 10 ആശാ വർക്കർമാരുടെ മഹാസമ്മേളനം സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുമെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ഓണറേറിയം വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലേക്കിറങ്ങിയ സ്ത്രീകളുടെ വിജയമാണ് ഇത്. 265 ദിവസമാണ് ഇവർ തെരുവിൽ സമരം ഇടുന്നത്, സർക്കാരിനെ മുട്ടുമടക്കിയത്. ക്യാമറാമാൻ രാജേഷ് താവലോടിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആശാ വർക്കർമാർ പ്രതിപക്ഷ പിന്തുണയോടെ സമരം തുടരുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. സമരം അവസാനിപ്പിക്കുകയല്ല, സമരരീതി മാറ്റുക മാത്രമാണ് ചെയ്തത്. സർക്കാർ പ്രഖ്യാപനം അപര്യാപ്തമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആശാ വർക്കർമാരോട് സർക്കാർ കാണിച്ചത് വഞ്ചനയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്നും അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീയിലെ തർക്കത്തിൽ ഭാഷാ പ്രയോഗത്തിന്റെ പേരിൽ മാപ്പ് പറയുന്നത് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ്. CPIയും CPIയോട് മാപ്പ് പറയേണ്ടത്. CPI ഇനിയെങ്കിലും അമിത വിധേയത്വം അവസാനിപ്പിക്കണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. രൂപത്തിലും ഭാവത്തിലും ഒരുപക്ഷെ മാറ്റം ഉണ്ടാകും. സർക്കാർ ഈ സമരത്തെ അധിക്ഷേപിക്കാനും അവഗണിക്കാനുമാണ് ആദ്യം മുതൽ ശ്രമിച്ചത്. എന്നാൽ ജനങ്ങൾക്കെല്ലാം അതിന് പൂർണ്ണമായിട്ടും സമരത്തിന് പിന്തുണ നൽകിയിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. എന്തായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രിക സമയത്ത് LDFൻ്റെ വാഗ്ദാനം? ക്ഷേമ പെൻഷൻ 2,500 ആക്കുന്നായിരുന്നു. റബ്ബർ സബ്സിഡി 250 ആക്കുന്നായിരുന്നു. എത്ര കൊല്ലം കഴിഞ്ഞു? 4.5 കൊല്ലം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് നാമമാത്രമായ വർധനവ് അത് ജനങ്ങൾക്ക് ഒരിക്കലും സ്വീകാര്യമല്ല, സംതൃപ്തമല്ല. ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണിത്. അത് അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ ജനങ്ങളെ വിലയിരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല.
ക്ഷേമ പെൻഷൻ കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ 3600 രൂപ നവംബർ മുതൽ നൽകുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ലോട്ടറി അടിച്ചിട്ടല്ല സർക്കാർ ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. പ്രതിപക്ഷ നേതാവ് കാര്യങ്ങളെ പോസിറ്റീവായി കാണണമെന്നും മന്ത്രി കാസർഗോഡ് പറഞ്ഞു. പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് സർക്കാരിന് ആത്മവിശ്വാസമുണ്ടെന്നും ആശമാർ സർക്കാരിന്റെ പ്രഖ്യാപനത്തെ അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും സമരം കൊണ്ടല്ല ഓണറേറിയം വർദ്ധിപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിനി ഒരു കുടിശ്ശിക കൊടുക്കാറുണ്ട് 1600 രൂപ. കേരളത്തിലെ എല്ലാവർക്കും, അത് UDF LDF BJP അനുഭാവികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും കിട്ടുന്ന വലിയൊരു ആനുകൂല്യമാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇത് ഈ മാസം തന്നെ കൊടുക്കുന്നത്. ഇവിടെ വെച്ചാണ് പറയുന്നത് 1600 രൂപ, അതും 2000 രൂപ ഈ പുതിയ പെൻഷനും സാമൂഹ്യക്ഷേമ പെൻഷനും ചേർത്ത് 3600 രൂപ ആളുകളുടെ കയ്യിലേക്ക് ഈ മാസം എത്തും. സാധാരണ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ എത്തും. അപ്പോൾ ഇത് പറഞ്ഞത് വെറുതെ അല്ല, കൊടുക്കാൻ തന്നെയാണ് എന്ന് വരാൻ വേണ്ടിയിട്ടാണ്. DA കൊടുക്കുന്നതും സാങ്കേതികമായ പ്രശ്നമുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ചാൽ അതിനകത്ത് ഈ പേപ്പർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഇന്നലെ സൈൻ ചെയ്ത കാര്യങ്ങൾ പോയി ക്യാബിനറ്റ് തീരുമാനം വന്നിട്ട് അതും ഇപ്പം തന്നെ കൊടുത്തു തുടങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 4% ക്ഷാമബത്ത വർദ്ധിപ്പിച്ചുകൊണ്ട് ധനവകുപ്പ് ഉത്തരവിറക്കി. ഇതോടെ നേരത്തെ ഉണ്ടായിരുന്ന 18% ക്ഷാമബത്ത 22% ഉയർന്നു. വർദ്ധിപ്പിച്ച ക്ഷാമബത്ത ഒക്ടോബർ മാസത്തെ ശമ്പളത്തോടൊപ്പം ലഭിക്കും. സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ 3600 രൂപ നവംബർ 20 മുതൽ വിതരണം ചെയ്തു തുടങ്ങും. കാർഷിക സർവകലാശാല ഫീസ് വർധന നാളെ പരിഹരിക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. പണമില്ലാത്തതിന്റെ പേരിൽ ഒരാൾക്കും പഠനം നിർത്തേണ്ടി വരില്ല. ഫീസ് വർധന സർക്കാരിന്റെ തീരുമാനമല്ല, സർവകലാശാലയാണ് തീരുമാനിച്ചത്. സർക്കാർ ഇടപെടൽ വൈകില്ല. വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഫീസിന്റെ വർധനവിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഫീസ് വർധനയും നടപ്പിലാവില്ല. നാളെ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. ഞാൻ നേരത്തെ തന്നെ അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നതാണ്. പിന്നെ ചില കേസും എല്ലാം കൂടി വന്നപ്പോഴാണ് വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു വിദ്യാർത്ഥിയും പണമില്ലാത്തതിൻ്റെ പേരിൽ പഠനം നിർത്തി പോകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഫീസ് വർധനയും നമുക്ക് ഉണ്ടാവുകയില്ല. PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതായുള്ള മന്ത്രിസഭാ തീരുമാനം ഇന്നോ നാളെയോ കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. മരവിപ്പിക്കൽ കത്തിന്റെ കരട് തയ്യാറായി. മുഖ്യമന്ത്രി കണ്ട ശേഷമാകും കത്തയക്കുക. ചീഫ് സെക്രട്ടറിയാണ് പദ്ധതി നിർത്തിവെച്ച വിവരം കേന്ദ്രത്തെ അറിയിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ SSK ഫണ്ടുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചിട്ടില്ലെന്നും ഉപസമിതി ഇക്കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി. നിലവിൽ ഉപസമിതി നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല. ഇടത് നേതാക്കന്മാരുടെ പരാമർശത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ തെറ്റിപ്പിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടെന്നും ചട്ടിയും കലവുമായാൽ തട്ടിയും മുട്ടിയും ഇരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മൾ വരാനെ സംബന്ധിച്ചിടത്തോളം ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതി അതിൽ ക്യാബിനറ്റ് തീരുമാനപ്രകാരമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതിനുശേഷം കാര്യങ്ങൾ ക്യാബിനറ്റ് തീരുമാനിക്കും. എല്ലാം ഇപ്പോൾ സന്തോഷത്തോടു കൂടിയാണ്, ഐക്യത്തോടു കൂടിയാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ വേണ്ടി മാധ്യമ പ്രവർത്തകർ പരിശ്രമിക്കേണ്ട, അത് നടക്കില്ല. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ട് പിന്മാറാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം കാപട്യമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കാവിപ്പണം വേണ്ടെന്ന് സർക്കാർ പറയട്ടെ. ഒപ്പിട്ട പദ്ധതി വേണ്ടെന്ന് പറഞ്ഞ് കത്ത് കൊടുത്താൽ അതിന് കടലാസിന്റെ വിലയാണുള്ളതെന്നും മന്ത്രി കൊച്ചിയിൽ പ്രതികരിച്ചു. ഈ ഫണ്ടിന്, അതായത് രൂപയുടെ കളറെല്ലാം ഒന്ന് തന്നെയല്ലേ, അതിന് കാവി കളറല്ല നമ്മുടെ കയ്യിലെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഫണ്ടിന് എങ്ങനെയാണ് കാവി കളറ് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ലോകം കീഴടക്കിയ രീതിയിൽ ഞങ്ങൾ NEP നടപ്പിലാക്കില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് 2023 ജൂൺ മാസം 5-ാം തീയതി മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ ഇത് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ആഗോള സിലബസാണ്, അതായത് NEP അല്ല, ആഗോള സിലബസാണ്, അതിങ്ങോട്ട് വിദേശ വിദ്യാർത്ഥികൾ വരേണ്ടതിന് വേണ്ടിയാണെന്നാണ്. നമുക്കറിയാം ഈ 4 ഇയർ കോഴ്സ്, അതായത് ഈ ഡിഗ്രിയുടെ 4 ഇയർ കോഴ്സ് ഓണേഴ്സ്, അത് നമ്മുടെ NEPയുടെ ഭാഗമാണ്. അതിൽ 75% കിട്ടുന്ന കുട്ടിക്ക് നേരിട്ട് റിസർച്ചിന് പോകാം. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഒപ്പുവെച്ചത് സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി വിശദമായി പരിശോധിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. CPI നേതാക്കൾ നടത്തിയ പരാമർശങ്ങളിൽ പ്രസക്തിയില്ല. തങ്ങൾ ഉറ്റ സുഹൃത്തുക്കളാണ്. CPI സഖാക്കൾ സഹോദരന്മാരെ പോലെയാണെന്നും MA ബേബി പറഞ്ഞു. ഈ MOUവിൽ വ്യക്തത വരുത്താൻ വേണ്ടി
ക്യാബിനറ്റ് ഉപസമിതി നിയോഗിക്കുകയാണ്. ക്യാബിനറ്റ് ഉപസമിതി അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട് യാതൊരു അനന്തര നടപടികളും ഉണ്ടാവില്ല. ഞങ്ങളെല്ലാം ഉറ്റ സുഹൃത്തുക്കളാണ്. എനിക്കാണെങ്കിൽ രാഷ്ട്രീയ കക്ഷി വ്യത്യാസമന്യേ സൗഹൃദമുണ്ട്. പക്ഷേ CPIയിൽ സഖാക്കളെന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ പോലെയാണ്. അതിനിടയ്ക്ക് സംസാരിക്കുന്നതിനിടയ്ക്ക് പ്രത്യേക സാഹചര്യത്തിൽ ചിലത് വീട് വായിൽ നിന്ന് അതിനാ അർത്ഥമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ അവർക്കും എനിക്കും കഴിയും. ഓപ്പറേഷൻ സൈബർ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചിയിൽ അറസ്റ്റിലായ സംഘത്തിൽ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു. അഭിഷേക്, ഹാഫിസ്, അൽത്താഫ് എന്നിവരാണ് തട്ടിപ്പ് പണം പിൻവലിക്കുന്നതിനിടയിൽ അറസ്റ്റിലായത്. തൃക്കാക്കരയിലെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥികളാണ് 3 പേരും. കഴിഞ്ഞ ദിവസം നടന്ന സൈഹണ്ടിന്റെ ഭാഗമായാണ് കൊച്ചിയിൽ 3 വിദ്യാർത്ഥികൾ പിടിയിലായത്. മറ്റ് വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചാണ് ഇവർ പണം തട്ടിയിരിക്കുന്നത്. ഓൺലൈൻ ഗെയിം കളിക്കുന്നതിനായി അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞാണ് 3 പേരും വിദ്യാർത്ഥികളെ സമീപിച്ചത്. സ്വന്തം അക്കൗണ്ടിന്റെ ലിമിറ്റ് തീർന്നുവെന്നും പ്രതികൾ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചു. ലക്ഷക്കണക്കിന് രൂപ 3 പേരും ചേർന്ന് കൈകാര്യം ചെയ്തിരുന്നതായി പോലീസ് വ്യക്തമാക്കി. അഭിഷേകിനെ പിടിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ഒരു ഹാഫീസ് എന്നയാളാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പുള്ളി ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നിന്ന് കുറേ പൈസ വിഡ്രോ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. ഫ്രോഡ് നടത്തുന്ന സമയത്ത് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനോടൊപ്പം വേറെ ഒരാൾ കൂടെ, ഒരു അൽത്താഫ് എന്നയാളുണ്ട്. അയാൾ കൂടെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അഭിഷേകിൻ്റെ അക്കൗണ്ട് ആൾറെഡി ഒരു 4 സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ തട്ടിപ്പുകളിൽ ആ അക്കൗണ്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഈ വിഡ്രോളുകൾ ചെയ്യുന്നത്, വേറെ അക്കൗണ്ടുകളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വേറെ കുറച്ച് ആൾക്കാരുടെ നിർദ്ദേശം പ്രകാരമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ കൂടെ പിടിക്കാനുണ്ട്, അറസ്റ്റ് ചെയ്യാനുണ്ട്. ആ അക്കൗണ്ട് വാങ്ങുന്ന സമയത്ത് അവർക്ക് കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് മറ്റു കുറേ സ്റ്റുഡൻസ് ഇവർക്ക് അക്കൗണ്ടുകൾ ഏൽപ്പിച്ചത്. ഇന്നലെ മാത്രം ഈ വിദ്യാർത്ഥികൾ കൈകാര്യം ചെയ്തത് 6 ലക്ഷം രൂപയാണ്. പിടിയിലായ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുമായി ബന്ധപ്പെട്ട മറ്റാളുകളെ കണ്ടെത്താനുള്ള ശ്രമവും തുടരുന്നുണ്ട്. ക്യാമ്പസുകളിൽ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വ്യാപകമാണെന്നാണ് പോലീസ് വിലയിരുത്തൽ. ഇതിനെതിരെ ബോധവൽക്കരണ പരിപാടികളും ആലോചനയിലുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഏകതാ നഗറിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ വിപുലമായ പരേഡും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. നെഹ്റുവിന്റെ തെറ്റായ നയങ്ങൾ കശ്മീരിൽ ഭീകരതയ്ക്ക് വഴിവെച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പട്ടേലിനെ ഇതിഹാസമായി നിലനിർത്താൻ പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ ഏകതാ ദിനത്തിൽ ഗുജറാത്തിലെ നർമ്മദാ നദിക്കരയിലുള്ള ഏകതാ പ്രതിമയിൽ സർദാർ വല്ലഭായ് പട്ടേലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു. സർദാർ പട്ടേലിന്റെ ജീവിതത്തെ വിവരിക്കുകയും അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന ഒരു വീഡിയോ പ്രധാനമന്ത്രി പങ്കുവച്ചു. ഐക്യത്തിന്റെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഏകതാ നഗറിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. റിപ്പബ്ലിക് ദിന മാതൃകയിലുള്ള പരേഡ്, വ്യോമാഭ്യാസ പ്രകടനങ്ങൾ, ഇന്ത്യയുടെ ഐക്യവും വൈവിധ്യവും പ്രതിഫലിക്കുന്ന കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. കേന്ദ്ര സായുധ സേനകളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 16 കണ്ടീജന്റുകളും നിശ്ചല ദൃശ്യങ്ങളും പരിപാടിക്ക് മിഴിവേകി. കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക സംഘങ്ങളുടെ പരിപാടികളും പരമ്പരാഗത പരിപാടികളും ഉണ്ടായിരുന്നു. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ സംസാരിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെതിരെ ആഞ്ഞടിച്ചു. കശ്മീർ ഇന്ത്യയോട് ചേരുന്നതിനെ എതിർത്തത് നെഹ്റുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നെഹ്റുവിന്റെ തെറ്റായ നയങ്ങൾ കശ്മീരിൽ ഭീകരതയ്ക്ക് വഴിവെച്ചുവെന്നും മോദി കൂട്ടിച്ചേർത്തു. पूरे कश्मीर का विलय हो, लेकिन नेहरू जी ने उनकी वो इच्छा पूरी नहीं होने दी. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത തുടങ്ങിയവർ ഡൽഹിയിൽ പട്ടേൽ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ന്യൂസ് ഡെസ്ക്, അമൃത TV. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ആദരമർപ്പിച്ച് രാജ്യം. ഡൽഹിയിൽ ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലമായ ശക്തിസ്ഥലിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പുഷ്പാർച്ചന നടത്തി.
മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിന അനുസ്മരണത്തിന്റെ ഭാഗമായും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ഉമ്മൻചാണ്ടിയുടെയും ജന്മദിനത്തോടനുബന്ധിച്ച് KPCC ആസ്ഥാനത്ത് പുഷ്പാർച്ചന നടന്നു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി, മുൻ KPCC അധ്യക്ഷന്മാരായ VM സുധീരൻ, MM ഹസൻ, K മുരളീധരൻ, KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട വോട്ടെടുപ്പിന് ഒരാഴ്ചയിൽ താഴെ മാത്രം ശേഷിക്കെ വലിയ വാഗ്ദാനങ്ങളുമായി NDA പ്രകടന പത്രിക പുറത്തിറക്കി. തൊഴിൽ, സ്ത്രീ ശാക്തീകരണം, ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് പത്രികയിലുള്ളത്. 1 കോടി സർക്കാർ ജോലികൾ നൽകുമെന്നാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. കൂടാതെ നിരവധി തൊഴിലവസരങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നൈപുണ്യാധിഷ്ഠിത തൊഴിൽ നൽകുന്നതിനായി സ്കിൽ സെൻസസ് നടപ്പാക്കും. എല്ലാ ജില്ലകളിലും മെഗാ സ്കിൽ സെന്ററുകൾ സ്ഥാപിക്കും. സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്ത്രീകൾക്ക് 2 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകും. 1 കോടി സ്ത്രീകളെ ലഖ്പതി ദീദിമാരാക്കും. അതിപിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിവിധ തൊഴിൽ ഗ്രൂപ്പുകൾക്ക് 10 ലക്ഷം രൂപ നൽകും. 5 വർഷത്തിനുള്ളിൽ 50 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവരുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു. സംഘർഷത്തെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ച കോഴിക്കോട് താമരശ്ശേരിയിലെ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് ഉപാധികളോടെ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചെങ്കിലും ഇന്ന് പ്രവർത്തനം തുടങ്ങിയില്ല. പോലീസ് സുരക്ഷ ഉറപ്പുവരുത്തിയ ശേഷമേ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമെടുക്കൂ. അതേസമയം കമ്പനി തുറന്നു പ്രവർത്തിച്ചാൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് പ്രദേശവാസികളായ സ്ത്രീകളും സംഘർഷത്തിനു ശേഷം പോലീസിനോടുള്ള ഭയം കാരണം കുട്ടികൾ സ്കൂളിൽ വരുന്നില്ലെന്ന് സെന്റ് ജോസഫ് LP സ്കൂളിലെ പ്രധാന അധ്യാപികയും പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റിയാണ് കർശന ഉപാധികളോടെ തുറന്നു പ്രവർത്തിക്കാൻ ഫ്രഷ് കട്ടിന് അനുമതി നൽകിയത്. എന്നാൽ ഫ്രഷ് കട്ട് ഇന്ന് തുറന്നു പ്രവർത്തിച്ചിട്ടില്ല. ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് പോലീസ് സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ തുറന്നു പ്രവർത്തിക്കുന്ന കാര്യത്തിൽ തീരുമാനമാകൂ എന്ന് ഫാക്ടറി അധികൃതർ അറിയിച്ചു. അതേസമയം ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. സമരപ്പന്തൽ കെട്ടി പ്രതിഷേധം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തങ്ങൾക്ക് അനുകൂല നിലപാടുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും ഒരു കാരണവശാലും ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും പ്രദേശവാസികളായ സ്ത്രീകൾ പ്രതികരിച്ചു. സംഘർഷത്തിനു ശേഷം പോലീസിനെ ഭയന്ന് കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല എന്നുള്ള ആരോപണവും പ്രദേശവാസികൾ ഉന്നയിക്കുന്നു. പോണില്ല, സ്കൂളിൽ പോണില്ല, കുട്ടികൾ പേടിച്ചിട്ട് പോലീസുകാരെ പേടിയല്ലേ, പോലീസുകാർ വൈമെന്നൊക്കെ ചോദിച്ചാൽ കുട്ടികൾ എന്ത് പറയും, വെറുതെ പോകുകയല്ലേ, ഒറ്റൊന്നും സ്കൂളിൽ പോണില്ല. എല്ലാ വീടുകളിൽ വന്നിട്ട് രാത്രി ബെല്ലടിക്കുക, പിന്നെ വാതിലും ചവിട്ടി പൊളിക്കുക, കുട്ടികളെ പേടിപ്പിക്കുക, റോട്ടിൽ കൂടി പോണേ കുട്ടികളെ കണ്ട് ചോദ്യം ചെയ്യുക, ഈ ഫോട്ടോ കാണിച്ചിട്ട് അറിയുമോയെന്ന് ചോദിക്കുക. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും പോലീസുകാരിപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ 6 വർഷമായി ഞങ്ങളിത് സഹിക്കുന്ന തള്ളയും മക്കളും എല്ലാവരും ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖക്കേടുമാണ്. അവർ പറയുന്ന അവർ 150 പണിക്കാരുണ്ട്, അവർക്ക് ആർക്കും ഒരു സുഖക്കേടും ഇല്ല. വെറുതെ ഞങ്ങൾ നോണ പറയുകയെന്നാണ് അവർ പറയുന്നത്. ഇത് നോണ പറയല്ല, അവർ വന്ന് കുറച്ച് ദിവസം, ഈ മലയാളിമാർ ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കട്ടെ. പോലീസിനെ ഭയന്ന വീടുകളിൽ നിന്ന് മാറി താമസിക്കുന്ന ചില കുട്ടികളെ ബന്ധപ്പെടാൻ പോലും കഴിയുന്നില്ലെന്ന് സെന്റ് ജോസഫ് LP സ്കൂൾ പ്രധാനാധ്യാപിക ഡെയ്സ്ലി മാത്യു പറഞ്ഞു. അവരോട് ചോദിക്കുമ്പോൾ ഇതാണ് പറയുന്നത്, പലരില്ല. പേര് കലാമേളയ്ക്ക് തന്നെ പങ്കെടുക്കുന്ന കുറേ കുട്ടികളെ ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനേ സാധിച്ചിട്ടില്ല. അവർ കുടുംബസമേതം ഇവിടുന്ന് മാറി നിൽക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർ കുട്ടികൾക്ക് പേടിയാണെന്നാണ് പറയുന്നത്. അവർ മാനസികമായിട്ട് അവർക്ക് നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് കുട്ടികളെ ഒന്ന് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ അവർ സ്കൂളിലേക്ക് വരികയുള്ളൂ എന്നാണ് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഒരു ദിവസം സംസ്കരിക്കാവുന്ന അറവ് മാലിന്യം 20 ടണ്ണായി കുറയ്ക്കണം. വൈകിട്ട് 6 മുതൽ 12 വരെ പ്രവർത്തിക്കില്ല. വലിയ ദുർഗന്ധം വമിപ്പിക്കുന്ന തരത്തിലുള്ള മാലിന്യങ്ങൾ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ പാടില്ല തുടങ്ങിയ ഉപാധികളാണ് ഫാക്ടറിക്ക് മുൻപിലുള്ളത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഒളിമ്പിക്സ് ഹോക്കി മെഡൽ നേടിയ ആദ്യ മലയാളി താരം മാനുവൽ ഫെഡറിക് അന്തരിച്ചു. ബംഗളൂരുവിലെ ഹൈബ്രാലാസ്ട്രസിയയും ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. വെള്ളിയാഴ്ച രാവിലെയാണ് അന്ത്യം. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോളണ്ടിനെ തോൽപ്പിച്ച് വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിന്റെ ഗോളിയായിരുന്നു. 1978 അർജന്റീന ബ്യൂണസ് അയേഴ്സിൽ നടന്ന ലോകകപ്പിലാണ് അദ്ദേഹം ഇന്ത്യൻ ഗോൾ വലയം കാത്തത്. കായികരംഗത്തെ സംഭാവനകൾക്ക് രാജ്യം 2019 ധ്യാൻചന്ദ് അവാർഡ് നൽകി ആദരിച്ചിരുന്നു. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും.